നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലിക്കും തൂത്തുക്കുടിക്കും ഇടയിലുള്ള അയ്യനാർ കോവിലിലാണ്. അയ്യനാർ എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ വളരെ വലിയ ഒരു സംസ്കാരത്തിൻ്റെ പ്രതീകമാണ്. അയ്യനാറെ ഒരു കാലഘട്ടം വരെ ഭാരതീയർ ഗുരുവായിട്ടായിരുന്നു കണ്ടിരുന്നത്. അയ്യനാരെ ആരാധിച്ചിരുന്നില്ല. അയ്യനാരുടെ ഉത്ഭവം നമ്മുടെ ശബരിമല ശാസ്താവുമായി അയ്യപ്പനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വിലയിരുത്തുന്നവരും ഉണ്ട്. മഹാവിഷ്ണു മോഹിനിയുടെ അവതാരം പൂണ്ടപ്പോൾ ആ മോഹിനിക്ക് ശിവനിൽ ഉണ്ടായ പുത്രനാണ് അയ്യനാർ എന്ന് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ അയ്യപ്പൻ്റെ സഹോദരനാണെന്നുള്ള സങ്കല്പം അയ്യനാറിലുണ്ട്. ഭാരതത്തിലെ തന്നെ പ്രധാനപ്പെട്ട അയ്യനാർ ക്ഷേത്രമാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ അയ്യനാർ കോവിൽ. ഇവിടെ അയ്യനാരാണ് പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. അയ്യനാരെ ഭക്തി നിർഭരമായി ആരാധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായിട്ടാണ് ക്ഷേത്ര ആചാര ചടങ്ങുകൾ. എവിടെയായാലും ക്ഷേത്രത്തിൽ കുളിച്ചതിന് ശേഷം മാത്രമേ കയറുവാൻ സാധിക്കൂ. അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും. ഇവിടെ അതിനുവേണ്ടിയുള്ള കുളിപ്പുരകൾ സജീവം ആക്കിയിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ ഒരു ഒരുമയുടെ പ്രതീകമാണെന്ന് പറയാൻ സാധിക്കും. സ്ത്രീയെന്നോ പുരുഷനെന്നോ പ്രത്യേക വ്യത്യാസമില്ലാതെ അയ്യനാരുടെ ഭക്തർ എന്ന നിലയിലാണ് ഇവിടെ ആ സ്നാനം നടത്തുന്നത്. അത് ഭക്തിയുടെ ഒരു നിറകുടമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. വേണ്ട ഈ പ്രതിഷ്ഠ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു നടപ്പന്തലിന് തുല്യമാണ്. അവിടെ പുലികളുണ്ട്. അയ്യപ്പൻ പുലിയുടെ പുറത്ത് വരുന്ന ചിത്രം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അയ്യനാർക്ക് അയ്യപ്പൻ്റെ സഹോദരനാണെന്നുള്ള ഭാവം ഉണ്ട്. നമ്മൾക്ക് തിരുനെൽവേലി ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ നിന്നും പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനിൽ നിന്നും 25 രൂപ കൊടുത്താൽ ഇവിടേക്ക് ബസ് കിട്ടും. എന്നെങ്കിലും ഭക്തർ ഒരിക്കൽ ഇവിടെ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാ ദിവസവും 12 മണിക്ക് അന്നദാനവും ഉണ്ട്. അപ്പം ഒരു കാലഘട്ടത്തിൽ ഗുരുവായി കരുതിയിരുന്ന അയ്യനാരെ ഭക്തി നിർഭരമായി ഭക്തർ ഗുരുവിന് തുല്യം ദൈവത്തിന് തുല്യം സ്നേഹിക്കുന്നു എന്നുള്ള സങ്കല്പമാണ് അയ്യനാർ ക്ഷേത്രത്തിൻ്റെ മഹനീയമായ സങ്കല്പം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഭക്തി നിർഭരമായി ഇവിടെ എത്തുകയും ചെയ്യേണ്ടതാണ്.